Audience. നീ ചോദിച്ച കട്ട് പാലില്ലായിരുന്നോ? പാലുണ്ടായില്ല. കട്ടനല്ലേ ചോദിച്ചത്, പാലില്ല. ഒട്ടും മധുരമില്ലാത്തത് എങ്ങനെ കുടിച്ചിറക്കൂ? എന്താ മധുരം എന്ന് പറയുന്നത് കഴിച്ചിട്ടില്ല. ഇതേ കളറിലുള്ള കയ്പ വെള്ളം ആരും പറയാതെ നല്ല മോന്തി മോന്തി കുടിക്കുമല്ലോ ചേട്ടനും അനിയനും എല്ലാം. അല്ല അത് കഴിച്ചാൽ ലഹരി കിട്ടും, ഇത് കഴിച്ചാൽ വെറുതെ വയറ് കീറി പരികാന്നല്ലാതെ. മേടിക്കേണ്ട സാധനങ്ങള് ഇത് 500 രൂപ. ഈ 500 രൂപയ്ക്ക് മുത്തിന് മറ്റേ അച്ചാറിടാനുള്ള സാധനങ്ങള് ഒരു കിലോ നാരങ്ങ, 2 കിലോ മാങ്ങ, പിന്നെ നല്ലെണ്ണ, കായം, അറിയാലോ. അത്രയും സാധനങ്ങൾ. 500 ബാക്കി വരും. അങ്ങനെ ബാക്കി വരും എനിക്കറിയാം. മാങ്ങാനാവുമ്പോ 200-300 രൂപ ആവത്തില്ലേ? മഴ വന്നപ്പോ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങൾ അതിനനുസരിച്ച് മേടിച്ചാൽ മതി. വെളുത്തുള്ളി, ഇത് കുട്ടപ്പൻ ചേട്ടന് പറ്റു കൊടുക്കാനുള്ളത് 475 രൂപ കൊടുക്കാനുണ്ട്. അതിനകത്ത് 25 രൂപ ബാക്കിയുണ്ട്. അത് വെട്ടിപ്പോയി. ഇതിന് 5 കിലോ അരി, 2 കിലോ വെളിച്ചെണ്ണ, 500 രൂപ കിട്ടും. ഇതിനകത്ത് പച്ചരി, ഉഴുന്ന് എല്ലാം 1 കിലോ. പച്ചരി മാത്രം 2 കിലോ. പച്ചരി, ഉഴുന്ന്, ഏത്തപ്പഴം, പിന്നെ എന്താണ് കൂടെ ഉണ്ട്, 1 കിലോ സവാള, 1 കിലോ ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, 1 കിലോ മുളക് പൊടി, 1/2 കിലോ മുളക് പൊടി കൂടി മേടിക്കണം. അല്ല, സാധാരണ മതി. അപ്പൊ ഇത്രയും പൈസ. ഇതിനകത്ത് കുട്ടപ്പൻ ചേട്ടന് കൊടുക്കാനുള്ളതിനകത്ത് 25 രൂപ ബാക്കിയില്ലേ, അത് നീ എടുത്തോ. മറക്കരുത്. 2000 രൂപയും തന്നിട്ട് ലുലുമാള് മൊത്തം മേടിച്ചോണ്ട് വരുന്നത് എനിക്ക് അത്ഭുത സിദ്ധി ഒന്നുമില്ല അവിടെ ചെന്നിട്ട് മേടിക്കാൻ. ഇതിപ്പോ എന്തോരം ലിസ്റ്റാ പറഞ്ഞു ഈ പൈസ കൊണ്ട്. വേണ്ട, അയ്യോ അത് മറന്നുപോയി. എന്താ? പച്ചരി അല്ല, ഇത് മേടിക്കണ്ട. പച്ചരിയും ഉഴുന്ന് അത് മേടിക്കണ്ട. നീ ഒരു കാര്യം ചെയ്ത, അത് പിന്നെ മേടിക്കാം. 2 കിലോ ചിക്കൻ മേടിക്കാം. അല്ല, അതിന്റെ കൂടെ 1 കിലോ മീനും മേടിക്കണം. 2 കിലോ ചിക്കൻ, 1 കിലോ മീനും. ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ ഇത് മേടിക്കണം. എന്ത്? ബീഫ് 2 കിലോ. അതിനകത്ത് ബാക്കി പൈസക്ക് ഇതും മേടിക്കണം. 5 കിലോ അരി മേടിച്ചോ. നീ എടുത്തോണ്ട് പോടാ. നീ എന്തെങ്കിലും കാണിച്ചിട്ട് വാ. 25 രൂപ ഞാൻ തന്നില്ലേ റൊണാൾഡേ? 25 രൂപ തന്നെന്ന് പറഞ്ഞ 2.5 കോടി സ്വത്തടി തന്ന പോലാന്നല്ലോ പെണ്ണുമ്പോൾ നിങ്ങൾ പറയുന്നത്. 25 രൂപ ചുമ്മാ എവിടെ ഇരുന്നാ കിട്ടുമോ നിനക്ക്? 25 രൂപ എന്ത് കിട്ടും അതോടൊന്ന് പറഞ്ഞാട്ടെ. നിനക്ക് എള്ളുണ്ട പോരെ? അതൊക്കെ മാറി. ആര് ഇന്നു പിള്ളേരുണ്ടൊക്കെ ഷവർമ മേടിച്ചാ കൊടുക്കണം 100 രൂപ. ഷവർമയൊന്നും തിന്നണ്ട, വയറിന് കേടുവരും. ഇത് വേണ്ട നിനക്ക്? വേണ്ട. അയ്യോ, ഒരു കാര്യം ചെയ്തോ, ഒരു 10 രൂപയും കൂടി എടുത്തോ. 35 രൂപ. കൈയിരിക്കുന്ന പൈസ അങ്ങോട്ട് പോകുന്ന ലക്ഷണമാണ്. കൈയിരിക്കുന്ന പൈസ കൊടുത്ത് മേടിക്കണ്ട, ഓൺലൈന് മേടിച്ചാ മതി. 35 രൂപ നീ എടുത്തിട്ട് ബാക്കി പൈസക്ക് മേടിച്ചാ മതി. ഒന്ന് പതുക്കെ പോയി ചേട്ടാ, എന്റെ കാല് വേദനിച്ചിട്ട് വയ്യ. ഒരു ഓട്ടോ വിളിക്കാൻ പറഞ്ഞാലും കേൾക്കത്തില്ല. എടി, ഓട്ടോ വിളിക്കാന്ന് പറഞ്ഞാൽ ഓട്ടോ വിളിച്ചാൽ അതിൽ കയറിയാൽ നേരെ ചേച്ചിയുടെ വീട്ടിൽ പോയി ഇറങ്ങണം. നീ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഒരു കട കണ്ട അവിടെ നിൽക്കും, അടുത്ത കട കണ്ട അവിടെ നിൽക്കും. എന്നിട്ട് ആ ഓട്ടോറിക്ഷക്കാരൻ്റെ വായിലിരിക്കണേ ഞാൻ കേൾക്കണ്ടേ? സാധനം വാങ്ങിക്കണ്ടേ? സാധനം മേടിക്കാച്ച ഒരു കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ മാത്രം ഓട്ടോ വിളിക്കാൻ പറ്റും. നീ എന്താ ഇവിടെ? ഞാൻ 1-2 സാധനങ്ങൾ മേടിക്കണമായിരുന്നു. ഈ വഴിക്ക് ഞാൻ ഏതിനാ പോവാ? ചേച്ചിയുടെ വീട്ടിലേക്കല്ലേ? എന്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ അതിനെ പോവാന്ന് അറിയില്ല. പിന്നെ ഒരു കൊണഞ്ഞ ചോദ്യം. എന്തോന്നറിയാമോ, കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കുന്നോണ്ടേ മറ്റേ അടി നടക്കുന്നില്ല. എന്റെ അസുഖമൊക്കെ തീരുമാനിക്കപ്പെട്ട ചില ആൾക്കാരാണല്ലോ. പിന്നെ ഞാനല്ലാതെ ആരാണോ നോക്കുന്നേ? അത് തന്നെ മാമനെ നോക്കണ്ട, മാമിയുടെ കടമയല്ലേ. നിങ്ങൾ ഇന്നലെ വരുമെന്ന് വീട്ടുകാരുണ്ട് പറയുന്നേട്ട്. ബിസിയാ. എന്ത് ബിസി? പാടത്താടാ എപ്പോഴും. എല്ലാം എന്തുവാ എന്റെ നെഞ്ഞത്ത് കയറിക്കാം. ഞാനാണ് ഈ കുറ്റക്കാരി. പിന്നല്ല ഞാനാ. എടാ, അമ്പലത്തിൽ പോയിട്ട് രാത്രി 8-8:30 മണിക്കാ വീട്ടിലെ കയറി കൊണ്ടുവരിക. പിന്നെ എങ്ങനെ അവിടുന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് വരണത്? എന്റെ കൂടെ അമ്പലത്തിൽ വന്നായിരുന്നെങ്കിലേ മര്യാദയ്ക്ക് വീട്ടിലിറങ്ങിക്കൂടായിരുന്നു. എന്നാലും അമ്പലത്തിൽ തൊഴുത് വരാൻ നിൽക്കണം എന്തിനാ? ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഒരു 4 മണിക്കെങ്കിലും വൈകുന്നേരം പോകണം. 4 മണിക്ക് ഏത് അമ്പലം തുറക്കുന്നത്? അതിനെന്തിനാടി അമ്പലത്തിൽ പോണ്? ഇവിടെ കിടന്ന് അടിക്കണേ വല്ലവരും കണ്ടെത്തുമായിരിക്കും. അപ്പൊ മാമൻ എന്താ ഇപ്പൊ മാമനോട് അമ്പലത്തിൽ പോകുന്നില്ലേ? എന്തിനാ ഞാൻ അമ്പലത്തിൽ പോകണം? എന്നിട്ട് വേണം അമ്പലം പിഴുങ്ങി എന്നുള്ള പേര് കേൾക്കാൻ. അതെ, വീട്ടോട്ടോ ഈ സാധനങ്ങളൊക്കെ തങ്കച്ചേട്ടത്തി ഏൽപ്പിച്ചു. അയ്യോ എടാ, ഇതിന് നല്ല വെയിറ്റ് അല്ലയോ? ഓട്ടോ വിളിച്ചങ്ങ് പോ. അത് പറഞ്ഞ ഈ മനുഷ്യൻ കേൾക്കത്തില്ലോട്ടോ. നിനക്ക് കൂടേണ്ടി വന്നെന്താ? അല്ല, എനിക്ക് ബൈക്കിന് 1-2 സാധനങ്ങൾ മേടിക്കണം, ഒരു വണ്ടി പണിയാറുണ്ട്. മാമന്റെ കാലും വയ്യ.
അല്ല തങ്കം പറയുന്നത് കേട്ടില്ല ഈ വീട്ടിൽ വന്നിട്ടപ്പോൾ വണ്ടി പണിയുന്നത്. വർഷോപ്പ് ഇരുന്നിട്ട് പണിയൊന്നുമില്ല അമ്മ. അവിടെ റോഡ് വണ്ടി കിടക്കുന്നുണ്ട്, ഒറ്റ ഒരുത്തരം അങ്ങോട്ട് വരുന്നില്ല. പിന്നെ എന്തിനാ നീ ആ വർക്ക്ഷോപ്പിൽ ഷെയർ കൊടുത്തേക്കണ്? അത് ചീമ്പനുമായിട്ടല്ലേ, ഞങ്ങൾക്ക് രണ്ടുകൂടെ ചേർന്നാലേ അത് ഒഴിയാൻ പറ്റത്തുള്ളൂ. അത് ശരി. അപ്പോൾ വെറുതെ കാശ് കൊടുക്കുക? അപ്പോൾ വാടക കുറച്ച് പൈസ കൊടുക്കാറുണ്ട്, അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒപ്പിച്ച് കൊടുക്കും. ഇന്നാളൊരു 6000 കൊണ്ട് കൊടുത്തായിരുന്നു. നീ വീട്ടിലിരുന്ന് പണിയെടുക്കുക, എന്നിട്ട് വെറുതെ ആ ചിമ്പനെ കൊണ്ടുപോയിട്ട് വാടക കൊടുക്കുക. അത് ഒഴിവാകും. എന്നിട്ട് വീട്ടിലെ പണിയെടുത്തു. അപ്പോൾ വീട്ടിൽ നേരം ഒരാളുണ്ടാവുമല്ലോ. വീട്ടിലിരുന്ന് പണി ചെയ്യുന്നുണ്ട്, ചെലവിന് പൈസ ഒപ്പിക്കണ്ടേ? നിങ്ങളൊക്കെ കോടീശ്വരന്മാരായ മാമന്മാരെന്ന് വന്നിട്ട് ഒരു കാര്യമുണ്ടോ? ഒരു വർഷം ആ ജംഗ്ഷൻ ഇട്ട് തരാൻ നിങ്ങൾ ആരെങ്കിലും കേട്ടോ? കേട്ടോ? നിനക്കും ക്ലീറ്റോനൊക്കെ ഞാൻ എന്താ ഒരാവശ്യമില്ല അയ്യാന്ന് വിളിക്കുമ്പോൾ ഓടി വരാൻ ഞങ്ങളേ ഉള്ളൂ. നീ വാ പോവാ. ഇതെന്തുവാടാ കയ്യില്? അത് ബൈക്കിൽ ഒഴിക്കാനുള്ള ഓയിൽ. ബൈക്കിൽ ഒഴിക്കാനോ നിനക്ക് ഒഴിക്കാനോ? എനിക്ക് ഒഴിക്കാനാ പൈൻ്റെ. വാ പറഞ്ഞു ഇപ്പോഴായാലും വൈകിട്ടായാലും അടിക്കുന്നില്ല. അങ്ങനെ കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിച്ചോണ്ടിരിക്കും. താഴോട്ട് പോകും. വേണ്ട വേണ്ട, ഞാൻ മരുന്ന് കൊടുത്ത് അങ്ങ് കുറച്ചോളാം. നിങ്ങൾ അടിച്ചാ മതി. പോടാ. ഈ ബൈക്കിൽ ഒഴിക്കുന്ന ഓയിൽ എടുത്ത് എന്തോ പൂസാവന മാമിയുടെ ഒരു കാര്യം. നീ ഇത് എന്തോ ചെയ്തിട്ട് നീ പരിവാക്കി വെച്ചത്? ഞാൻ രാവിലെ അണ്ണനെ വിളിച്ച് ഓയിൽ വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞ. ഓയിൽ മേടിച്ചു വെച്ചേന്ന്? അത് മേടിച്ചു വെച്ചിട്ട് ഞാൻ വരണ വഴിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി ഒന്ന് പമ്പിൽ കയറി. അവിടെ കയറിയിട്ട് ഇതിൻ്റെ ആണെങ്കിൽ അറിയാമല്ലോ, ഇതിൻ്റെ ബാക്ക് തുറക്കണമെങ്കിൽ ഇതിൻ്റെ സീറ്റ് തുറക്കണം, ടാങ്ക് തുറക്കണം, എല്ലാം എന്താ ഇവിടെയാണ്. കുത്തി കുത്തി ഒരു കറക്കി വെക്കും. അല്ല എങ്ങനെ ഓടിച്ചു വന്നു നീ? അത് ഓണായി തന്നെ, സ്റ്റാർട്ടായി തന്നെ, ഓഫായില്ല വണ്ടി. പണിക്കൂലിയുടെ പൈസ അകത്താണ് കിടക്കണം. പണിക്കൂലിയുടെ ഓയിൽ മേടിച്ചേ എല്ലാത്തും എവിടെ? വണ്ടി സീറ്റിൻ്റെ അകത്ത്. അത് കുഴപ്പമില്ല, അത് തുറക്കാനുള്ള ട്രിക്ക് എനിക്കറിയാം. എങ്ങനെ ഉരുളുണ്ടാവാനെ ആ എടുത്തോളാം. ഇത് റബ്ബർ ബീഡിങ്ങിനകത്ത് വെച്ച് ചെയ്ത് വെച്ചേക്കുന്ന സാധനം അത്. ഇത് അകത്തുനിന്നേ പോയി. ഒരുപാട് പൈസ ആവുമോ? ഒരുപാട് പൈസ അല്ല, ഇത് ഫുള്ള് ഇളക്കണം. ഇളക്കിയിട്ട് അകത്തുനിന്ന് വെൽഡ് ചെയ്യാനുള്ള വണ്ടി ഇന്ന് കിട്ടും. ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ നീ ആണ്ടായി മോനസ്ക്ക് പനി പിടിച്ചത്. ഞാൻ ഇന്ന് പണിക്കിറങ്ങുന്നില്ല എന്ന് വിചാരിച്ചിരുന്നത്. നല്ല രീതിക്ക് അടിച്ചല്ലേ? മനസ്സിലായേ? പിന്നെ മുഖം കാട്ട നാറ്റം വന്നപ്പോ തന്നെ. മുഖമാണെങ്കിൽ ഈരുണ്ട് വേർത്ത് വലിച്ച്. അല്ല ചീമ്പൻ ഒരു സാധനം എടുത്തോണ്ട് വന്നു. അവനെന്താ വണ്ടി കച്ചവടം അടിച്ച് പൈസ കിട്ടി അടിച്ച്. പിന്നെ നമ്മുടെ അതിൽ പുതിയൊരു പൊരിപ്പ് കടയുണ്ട്. പിന്നെ പൊരിപ്പ് ചിക്കനോ, ഏത് പൊരിപ്പ്? പൊട്ടിത്തെറിക്കും ചിക്കനോ, അങ്ങനെ ഒരു കടയുണ്ട് ഇവിടെ പണിഞ്ഞില്ല. അവിടെ പോയി സാധനം ഓടിച്ചിട്ടുണ്ടെന്ന് 1 മണിയായി. കത്തിൽ നിന്ന് ഇറങ്ങത്തില്ല. നീ വിളിച്ചതിന്റെ പേര് മാത്രം. ഇവിടെ ഒരു കാഞ്ചി ഇത് ഞാൻ നാളെ കൊണ്ട് ശരിയാക്കി വെക്കാം. ഇന്ന് എന്തായാലും പറ്റത്തില്ല. നാളെ തരുവാണോ? രാവിലെ തരാം. രാവിലെ അല്ല, ഞാൻ വിളിക്കുമ്പോൾ ഒരു 10 മണിയാണ് ഞാൻ പഠിച്ചുന്നത്. രാവിലെ ഒന്നും വിളിക്കില്ല, ഞാൻ എഴുന്നേക്കാൻ താമസിക്കും. അപ്പോൾ വണ്ടിയില്ല, ഒരു കാര്യം നടക്കൂല. എനിക്ക് അതിനേക്കാളും അർജന്റാണ് ഓയിൽ മേടിച്ചേണ്ട പൈസ. അതിപ്പോ അതിന്റെ അകത്തായിപ്പോയില്ല. എന്ത് ഞാൻ എടുത്തു തരാം. അപ്പോൾ വണ്ടിപ്പണി മാത്രമല്ലല്ലോ. നിങ്ങൾ ലോക്ക് പൊട്ടിക്കുവോ? അതിന്റെ ഇല്ല, പൊട്ടി. എവിടെ ലോക്ക് പൊട്ടി? ഇനി അതും കൂടെ പണിയാൻ നിങ്ങൾ പൈസ വാങ്ങേണ്ടി? പൊട്ടിയതല്ലടാ, ഇതങ്ങോട്ട് അകത്തിയിട്ട് അത് തിക്ക് ചെയ്ത് കയറി വരുന്നേ. അല്ല മാറി തരുമോ? അതിനും കൂടെ പൈസ വാങ്ങായിരുന്നാ മതി. പൈസ 500 രൂപ. 450 രൂപ ഓയിലായിട്ടുണ്ട്. 20 രൂപ പണിക്കൂലി. 20 രൂപ ഒഴിക്കണല്ലേ ഉള്ളു, വേറെ എന്തോ ഇരിക്കണം അതില്. കോളേ എന്തോ പരിപാടി? വണ്ടി എന്റെ തന്നല്ലേ? 2 ദിവസം ആയുള്ളൂ വണ്ടി കിട്ടിട്ട്. പയ്യന്മാർ ഒരേ ഇത് പാർട്ടിയാ. എനിക്കെപ്പോഴും ആദ്യം നിങ്ങൾ വണ്ടി പണി ചെയ്ത സമയത്തിന് സമയത്തിന് വണ്ടിയും തരൂല. വണ്ടി നാളെ തരാം. എന്ത് നല്ല തണുപ്പാ. ശരിയാക്കി തരാടാ. ഇന്ന് നിന്റെ കുടി ഞാൻ ശരിയാക്കി തരാം. തങ്കം, ഇവിടെ ഇങ്ങോട്ട് വാ. ഇതെന്താ പുറകെ കൂടി വരുന്നത്? ഇവിടെ തുണിയും തേച്ചോണ്ടിരുന്നോ? അപ്പുറത്ത് റൊണാൾഡോ എന്തോ കാണിക്കുന്ന നീ വല്ലതും നീ അറിയുന്നുണ്ടോ? എന്ത് കാണിക്കാൻ? അവിടെ വണ്ടി നന്നാക്കല്ലേ? വണ്ടി നന്നാക്കുന്നോ? അവിടെ മദ്യപാനമാ. ആര്? റൊണാൾഡോ. ഒന്ന് പോവാൻ സത്യമാണ്. കുപ്പിയോടെ വായി കമത്തോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ പുന്നരിച്ച് ആ ചെറുക്ക് ഇവിടെ നാളെ ഒരാളെയും കൂടെ, ഇന്ന് ഒരാളുണ്ട്, നാളെ 2 പേരെ വിളിച്ചോണ്ട് വരും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. റൊണാൾഡിന്റെ ഒരു കുപ്പി മേടിക്കാൻ എവിടെയാ പൈസ? അവന് പണിയില്ലാതിരിക്കുവായിരുന്നു ഇത്രയും ദിവസം. കഴിക്കും അമ്മായി, പക്ഷെ അതങ്ങനെ വീട്ടിലൊന്നും ഇരുന്ന് അങ്ങനെ കുടിക്കൊന്നുമില്ല. അമ്മായിനോട് പറഞ്ഞവൻ. എടി ഇവിടെ 2 പിള്ളേരുണ്ടോ? ഒരു പെങ്കൊച്ചുണ്ടോ? ഒരു കൊച്ചു പയ്യനുണ്ടോ? അവിടെ 2 പിള്ളേരുണ്ടോ? ഇത് കൊള്ളാവോ വീടിനകത്ത്? എന്നാലും അവൻ വീട്ടിൽ കയറി അങ്ങനെ കഴിക്കാറില്ലേ? കഴിക്കാറില്ല. വലിയ കുപ്പിയും കൊണ്ട് ചേട്ടനെ ഇന്ന് വിളിച്ചതാ. ഞാൻ പിന്നെ അങ്ങനെ പിടിച്ച പിടിയലയും കൊണ്ടുവന്ന. കൊളസ്ട്രോൾ മരുന്ന് കഴിച്ചോണ്ടിരിക്കുമല്ലേ. ഇപ്പൊ തൽക്കാലം കുറച്ചാളോട് കുടി ഇല്ലാതിരിക്കുക.
ഇതുകൊണ്ടാ കുഞ്ഞെ ഞാൻ അങ്ങേരെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത്. ഇവൻ കുടിച്ചതിന്റെ ബാക്കി വെച്ചുകൊണ്ട് അങ്ങേരെ വിളിക്കത്തില്ലയോ? വിളിക്കൂ. നീ ഇപ്പോഴേ വില ചെയ്താൽ നിനക്കും കൊള്ളാം. അവൻ അത്രയ്ക്ക് ധൈര്യം ഒന്ന് കാണണമല്ലോ. അണ്ണ വണ്ടി പണി ചെയ്ത് വെച്ചിരി. ഓ ശരി ഓ ശരി ശരി ശരി. ഞാൻ എത്തി വരാം വരാം വരാം. ഇപ്പൊ വരാം. 10 മിനിറ്റ് ഇവിടെ എത്താം. ലോക്ക് ചെയ്യണ്ടായിരിക്കും. ഇവിടെ വെച്ചാ ഇവിടെ തന്നെ. എന്താണ് നിനക്ക് എന്തായിരുന്നു ഇവിടെ ഇത്ര നേരം പരിപാടി? ഞാൻ പണി ചെയ്തില്ല, അത് ശരിയാക്കാൻ പറ്റത്തില്ല. അവനാ വണ്ടി കൊണ്ട് തന്നെ ലോക്ക് കണ്ടാൽ ഇളയിരിക്കാണ്. ശരിയാക്കി നാളെ ആരെപ്പോ ഇവിടെ വന്നത്? സാൾട്ടസ്. സാൾട്ടസോ? സാൾട്ടസിനെ അറിയത്തില്ലേ? സാൾട്ടസിനൊക്കെ അറിയാം. അവൻ എന്താ പരിപാടി? അവന് വണ്ടി ശരിയാക്കാണ്ട് ലോക്ക് കംപ്ലൈന്റ് ആയി. അപ്പൊ അത് ശരിയാക്കി കൊടുക്കാനായിട്ട് വന്ന്. നീ ഇവിടെ വണ്ടിപ്പണിയാണോ അതോ വേറെ വല്ല പരിപാടിയാണോ? വേറെ എന്ത് പരിപാടി? ഒരു പരിപാടിയില്ല. ഞാൻ കണ്ടതല്ലേ നിന്റെ കയ്യിൽ നിന്ന് കുപ്പി എന്തിയേ? ഏത് കുപ്പി? നീ കുടിച്ചോണ്ടിരുന്ന കുപ്പി എന്തിയടാ? അതോ, അത് കോള അവന്റെ വണ്ടി കിടന്നത്. അതിന്റെ അകത്തോടെ മുഖത്ത് നോക്കി വർത്താനം പറയടാ. തങ്കച്ചേട്ടത്തി കോള. ഊത് ഊത്. എന്റെ പൊന്നേ, ഞാൻ പറഞ്ഞില്ലയോ തങ്കം, ഞാൻ പറഞ്ഞെന്തായി? അത് ഇന്നലെ ഞാൻ കഴിച്ചു. ഇന്നലെ നാളെക്കാരല്ലേ വന്ന്. ഇന്നലെ കഴിച്ചേ. നിന്നെക്കാള് വലിയൊരു കള്ളന്റെ കൂടെ ജീവിക്കണ ഒരുത്തിയാണ് ഞാൻ 20 വർഷമായിട്ട്. ഒരു കള്ളു കുടിച്ച എന്തോരം നേരം മണം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഇന്നലെ കുടിച്ചതിന്റെ മണം ഇപ്പോഴും അവന്റെ വായിക്കകത്ത് നിക്കാന്ന്. എന്തേ വന്നേ. കോളയുടെ കുപ്പിയുടെ ഉള്ളിൽ മറ്റേ സാധനം ഒഴിച്ചിട്ടുണ്ടാവും. എടുത്ത് കുടിക്കുമ്പോ മനസ്സിലാവും. എടുക്ക്. എന്താടി ഇവിടെ എടുക്കാൻ പറ്റില്ല അമ്മാവ. ഇവൻ ഇവിടെ വർക്ക്ഷോപ്പിൽ പണിയാൻ പറ്റില്ല. ഇവിടെ കൊണ്ടുവന്നിട്ട് വണ്ടി പണിയണ എന്തിനാന്നറിയാമോ? കള്ളു കുടിക്കാൻ. നാട്ടുകാരെ വിളിച്ച് അമ്മായി പറഞ്ഞപ്പോ ഞാൻ അമ്മായിനോട് പറഞ്ഞു അവൻ അങ്ങനെ ചെയ്യൂല അമ്മായിന്ന്. മാമണത്തോക്കിയേ കണ്ടാ കണ്ടാ മണമില്ല അമ്മാവ. മണമില്ലേ മണമില്ലേ? അമ്മായി പോയപ്പോ ഇവിടെ നിന്ന് മടമടാന്ന് കുടിക്കുന്നു. ഇപ്പൊ ചോദിച്ചപ്പോ പറയാ കോളയാന്ന്. കോളയിൽ മറ്റേ സാധനം ഒഴിച്ചിട്ടുണ്ടാവും. പണിയെടുക്കുന്ന സമയത്ത് ആരെങ്കിലും മദ്യം കുടിക്കാൻ പാടുവാ? പണിയെടുക്കണത് പോട്ടെ, ഈ വീട്ടിൽ കയറി ഈ പിള്ളേർ ഇത്രയുള്ള ആൾക്കാരുടെ അടുത്ത് ഈ അമ്മയുണ്ട്, മുത്തുണ്ട്. മുത്ത് ഇപ്പൊ ഇല്ലാന്നല്ലേ ഉള്ളൂ. തക്കിടുണ്ട്. അവിടെ 2 പെൺപിള്ളേരുണ്ട്. കുട്ടികളുടെ മുമ്പിൽ മദ്യം കഴിക്കാൻ പാടുവോ? അവരൊക്കെ ഉറങ്ങിയിട്ട് പിന്നെ രഹസ്യമായിട്ട് നമ്മളൊക്കെ കൂടുന്ന പോലെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പണിക്കിടക്കാണ്. സത്യം എന്റെ ദൈവമാണ്. ഞാൻ കുടിച്ചത് കോളയാണ്. പിന്നെ എങ്ങനെ നിന്റെ വായിക്ക് മണം വന്ന്? ഒരു കാര്യം ഞാൻ പറയാം, കള്ളു കുടിക്കണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇങ്ങനെ കുടിച്ചാൽ ശരിയാവില്ല. ക്ലീറ്റോനോട് കാര്യം പറയണം. ഇന്നത്തോടെ ഇന്ന് മോൻ ബാഗും പാക്ക് ചെയ്ത് പൊക്കോ, കൊടങ്ങാവിളക്ക് പൊക്കോ. ഞാൻ എങ്ങോട്ട് വേണേലും പൊക്കളെ. സത്യം ഞാൻ നിരപരാധി. രാവിലെ എവിടുന്ന മദ്യം കിട്ടിയേ? രാവിലെ മദ്യോ? എന്റെ ചേട്ടൻ നിങ്ങൾ കണ്ടതില്ലയോ? നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ വലിയ കുപ്പിയും വെച്ച് നിങ്ങളെ വിളിച്ചില്ലയോ? അത് തന്നെ. അയ്യോ അല്ലല്ല, അത് കുപ്പിയെന്നെ. ഞാൻ എന്താന്ന് കണ്ടില്ല. പക്ഷെ നിങ്ങൾ എവിടേക്ക് ഈ പറഞ്ഞ രാവിലെ മേടിച്ച ഓയിൽ ഞാൻ ഇപ്പൊ പൊടിച്ച കുക്ക കോള ഇതില് കിടപ്പുണ്ട്. തുറക്ക് നീ. കണ്ടാലേ അല്ലല്ലോ ഇവിടെ തുറക്കടാ. അല്ല ഇത് കംപ്ലൈന്റ് ആയിട്ട് അവിടെ അല്ലേ തുറക്കണ്ട്? തുറക്കൂല. പറയും തുറക്കാൻ പറ്റില്ല. കള്ളത്തരം അല്ലെങ്കിൽ തുറന്നൂടെ? നീ ഒരു മെക്കാനിക്കൽ, നിനക്ക് തുറക്കാൻ പറ്റില്ല, പിന്നെ ആർക്കാ പറ്റിയത്? 1 മണിക്കൂറായി ഈ വണ്ടിയും കൊണ്ട് നിൽക്കാൻ. ഇതുവരെ നീ പണിഞ്ഞില്ല? സത്യമായിട്ട് ഞാൻ ഇന്നലെ അടിച്ചെന്റെ ഹാങ് ഓവർ ഉണ്ട്. പണിയത് അവനെ വിട്ട്. ഒന്നും പറയണ്ട അമ്മാവ. ക്ലീറ്റ വരട്ടെ, ഇന്നത്തോട് ഇതിന്റെ നിർത്തി തരാം. അതെ, ഈ തറവാട്ടിലെ ക്ലീറ്റും കനകനും വന്നൊരു തീരുമാനം എടുത്തിട്ട് നീ ഇവിടെ പണിതാ മതി. ഇവിടെ അങ്ങനെ കള്ളും വെള്ളം കുടിച്ച് നടക്കാൻ പറ്റില്ല. പിന്നല്ലാതെ അമ്മാവൻ വരെ വല്ല കാലത്തും ഒന്ന് വന്ന് മക്കളെ ഒന്ന് ഒരെണ്ണം കഴിക്കാന്ന് പറയണതല്ലാതെ ആ മനുഷ്യൻ പോലും ഇത്രയും പ്രായമായിട്ട് എന്നെ വിളിച്ചതാ, എന്നിട്ട് പോലും ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? കാണിച്ചരാടാ. നിർത്തിക്കോ, എല്ലാം നിർത്തിക്കോ. റൊണാൾഡേ, നീ ഇപ്പൊ ചെയ്തത് ശരിയല്ല. പേഴ്സണൽ ലോണ് അല്ല, അതെ ഈ ലോണ് തിരിച്ചടയ്ക്കണ്ടേ? അടയ്ക്കണം അല്ലേ? തിരിച്ചടയ്ക്കണ്ടാത്ത ലോൺ വല്ലതും ഉണ്ടെങ്കിൽ ആ മോൾ അപ്പോഴത്തേക്ക് എന്നെ വിളിച്ചോ, ഈ നമ്പറിൽ ആദ്യമേ വിളിച്ചോ, ഞാൻ എടുത്തോളാം. ശരി ശരി. അയ്യോ വേണ്ട വേണ്ട, മനസ്സിലായി, എനിക്ക് വേണ്ട. ഒരു ലോൺ തരാൻ വേണ്ടി കുറെ ആളുകൾ ഫോൺ എടുത്ത് തന്നെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അമ്മായി വന്നതുകൊണ്ട് ഇന്ന് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റി. ഒന്നുമല്ല, റൊണാൾഡിന്റെ കാര്യ. ഈ റൊണാൾഡിന് ഇത്രയും നാളായിട്ട് പണിയെടുത്തിട്ട് എന്തേ പൈസ ഇല്ലാത്ത?
അവന് പൈസ ഒന്നും ആരും കൊടുക്കണില്ലെന്നാണ് അവൻ പറയണത്. അവൻ തരാന്ന് ഈ പറഞ്ഞ ലോകത്ത് ഇവന് മാത്രമാണല്ലോ പൈസ കൊടുക്കണില്ലാത്തുള്ളൂ. അതെന്താ അത്? എന്നാ അവന്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലോ. അതെങ്ങനെയാ? എന്റെ ക്ലീറ്റോ, ഇവന് കള്ള് മേടിച്ച് കുടിക്കലാണ് പണി, കിട്ടണ പൈസക്ക്. അതൊന്നും പറയല്ലേ. പറഞ്ഞു കൊടുക്കാം അമ്മായി, പറഞ്ഞു കൊടുക്ക്. എടാ ഞങ്ങൾ രണ്ടും ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവൻ കുറച്ച് സാധനവും മേടിച്ച് വലിയൊരു കുപ്പിയും മേടിച്ച് കൈ വെച്ചോണ്ട് വരുന്നു. അങ്ങനെ വിളിച്ചതാ കുടിക്കാൻ. അതല്ല കാര്യം. ഇന്ന് അമ്മായി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോഴത്തേനും ഇവൻ ഏതോ ഒരുത്തനെ, എന്താ അവന്റെ പേര് പറഞ്ഞു, ഏതോ ഒരുത്തനെ ഇവിടെ വിളിച്ചിട്ട് കള്ള് കുടിക്കുന്നു രണ്ടുപേരും കൂടെ. അമ്മായിനെ ഞാൻ കണ്ടതുകൊണ്ട് കൈയോടെ പിടിച്ചു. അവൻ പറഞ്ഞു അവൻ പറഞ്ഞു കോള കുടിക്കുവാന്ന്. കോളേ ഞാൻ മണപ്പിച്ച് നോക്കി ക്ലീറ്റോ, എന്റെ പൊന്നേ, കുമാന്ന് മൂക്കിലോട്ട് എരച്ചു കയറുമായിരുന്നു കള്ളിന്റെ മണം. ഇന്നാളും കുഞ്ഞമ്മച്ചി വിളിച്ച് ചോദിച്ചു അവൻ എങ്ങനെയുണ്ട്, അവന്റെ പോക്ക് എങ്ങനെയുണ്ട്, കുഴപ്പമില്ല, നല്ലതല്ലേ. എന്റെ ക്ലീറ്റോ, അവൻ ഈ പ്രായമായി, ഇനി അവന്റെ കാര്യമല്ല. അവൻ എവിടെയെങ്കിലും പോയെന്ന് കുടിക്കട്ടെ, നമുക്കത് കുഴപ്പമില്ല. ഇവൻ ഈ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നന്നാക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞാണ് ഇവിടെ നിൽക്കുന്നത്. ഈ വണ്ടി നന്നാക്കാൻ വരുന്ന ആൾക്കാർ ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് ഇവിടെ കള്ള് മേടിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പെങ്കൊച്ചു വളർന്നു വന്നതാ. അവിടെ കിടപ്പുണ്ട്, ചോദിച്ചതിന്റെ വിഷമത്തിൽ കിടക്കുക. നല്ല കാണിക്കൽ എന്തോന്നാണ്. കനകനെങ്ങാന്ന് പറഞ്ഞ അവൻ തീർന്ന്. അവൻ രണ്ട് കിട്ടണം. മോടത്തരം കാണിച്ചിട്ട് അവൻ കിടന്ന് ഉറങ്ങുന്നു. നീ വർഷാപ്പിൽ പോയില്ലേ? ഇല്ല, ഇവിടെ ഒരു പണി ഉണ്ടായിരുന്നു. കള്ളു പിടിച്ചിട്ടുണ്ടോടാ? കള്ളത്തരം പറയരുത്. ഇല്ല. നീ എന്ത് ഇവിടെ ബാറാക്കാനുള്ള ഉദ്ദേശമാണോ ഈ വീട്? അച്ഛമ്മ സത്യമായിട്ടും മിണ്ടരുത്. നിന്റെ തോന്നിയ ഇവിടെ നടക്കില്ല കേട്ടോണല്ലേ? അച്ഛമ്മ ഞാൻ കഴിച്ചില്ല. ഞാൻ കൊടുങ്ങാളെ പറഞ്ഞു വിടുന്നെ. അച്ഛമ്മ സാൾട്ടസ് കൊണ്ടൊന്നും കൊക്കോകോള അടിക്കുന്നുണ്ട് മാമി. ഈ കൊക്കോകോള ഇവിടെ എല്ലാവർക്കും അറിയാം. കൊക്കോകോള ആണോ? ഊതറ. ഇത് ഇന്നലെ കഴിച്ചിട്ട് ഞാൻ ഇന്നലെ കഴിച്ചോ? എടാ, നിനക്ക് ഇവിടെ ആവശ്യമുള്ള മദ്യം ഞങ്ങൾ കഴിക്കുമ്പോൾ തരണില്ലേ? പിന്നെ കണ്ടവനെ വിളിച്ച് വീട്ടിൽ ഇവിടെ കൊണ്ടു മദ്യം വെക്കാൻ തടായത് എന്താണ്? പാറായത് പിള്ളേർ വളർന്ന് പറഞ്ഞാണ്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് മദ്യം വെച്ചോടുണ്ടോ? ഇല്ല. കള്ളം പറയരുത്. ഇല്ല. ഞാൻ പാർട്ടി ഓഫീസിലെ പിള്ളേർ പറയുന്നതായിട്ട് സാധനം വേണമെങ്കിൽ നിന്റെ അടുത്ത് വന്നാൽ കിട്ടുമെന്ന്. അത് ഞാൻ ബീവറേജ് ക്യൂ നോക്കാതെ തള്ളിക്കറി പിടിക്കുന്നുണ്ട്. അമ്മര് ചിലപ്പോ തരുന്നത് ബീവറേജ് ക്യൂ നിൽക്കാൻ നീ പോണുണ്ട്. അല്ല, അത് ചിലപ്പോ വണ്ടിയൊക്കെ പണിക്കുന്നവര് ചിലപ്പോ ഞാൻ പോകുമ്പോ എടുക്കുമ്പോ ഇവിടെ എവിടെയെങ്കിലും കുപ്പി ഇരിപ്പുണ്ടോ? ഇല്ല. കള്ളം പറയരുത്. നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ സാധനം ഉണ്ടെന്ന്. എന്റെ കൊളകാള മാതാവണില്ലേ? മാതാവിനെ കൊണ്ട് കൊള്ളത്തരം കള്ളാണ നിന്നെ. ഇല്ല മച്ചമ്പി. ആയിരിക്കണ അത് പെട്രോൾ ഊറ്റിന്റെ പെട്രോൾ ഞാൻ എന്റെ അടുത്ത കളിക്കുന്നേ. ഇതെവിടെ നിറയത്? നീ എന്താണ് നിന്റെ ഉദ്ദേശം? നീ ജോലി ചെയ്ത് 10 കാശുണ്ടാക്കി നീ ഒന്ന് കള്ളു കുടിച്ച് നശിക്കാനുള്ള തീരുമാനമാണ്. നിന്നെ നന്നാക്കാനാണ് ഇവിടെ കൊണ്ട് നിർത്തിക്കണത്. എവിടെയാ ഒഴിച്ച് ഇത് പൊട്ടിച്ച് കളയണം. അത് ഒന്നുമില്ല, ഇനി ആവർത്തിക്കത്തില്ല മച്ചമ്പി. നീ മതി, വേണ്ട. ഇവിടെ അമ്മായിയും പറഞ്ഞു നീ ആളുകൾ കൊണ്ട് പറയിപ്പിക്കാനാണ് അല്ലേ? നീ രാവിലെ അമ്മാവനെ കുടിക്കാൻ വിളിച്ചല്ലോടാ. തമാശക്കാ? നീ തന്റെ തമാശ കളിക്കാനാ? മതി, കുഞ്ഞമ്മച്ചിയെ വിളിച്ച് ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു ഇറങ്ങും. അവൻ ഒന്നുമില്ല, അവൻ അറിഞ്ഞൂടാ മദ്യം എന്തെന്ന്. ഇതാണോടാ അവന്റെ റൂമിൽ നിന്ന് ആർക്കോ വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കണം. അവന്റെ കോളക്കുപ്പി ഉണ്ടോ? നിന്റെ എവിടെ? അവന്റെ റൂമിൽ അവന്റെ ഒളിപ്പിച്ചു വെച്ചേക്കാ സാധനം. ഇന്നത്തെ ദിവസം ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ കോളേ കുടിച്ചത്. ഞാൻ പഠിപ്പിച്ചു. എടാ, ഈ ഒരു സാധനം വാങ്ങണ രൂപ എത്ര? നീ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്? ജോലി എടുക്കണ ഭാഗം കൊണ്ട് നിങ്ങളെങ്ങടാ? അല്ല അതെന്തോ ഞാൻ കളയിപ്പിച്ചോളാം. അങ്ങനെ വീടിന്റെ അകത്ത് മദ്യം വയ്ക്കുക. ഇത് കൂടിയ സാധനം ഇനി ആവർത്തിക്കത്തില്ല. ഇനി ആവർത്തിക്കത്തില്ല. എറിഞ്ഞു പൊട്ടിക്കടാ, അല്ലെ കളടാ. നിനക്കിട്ട് ഞാൻ പൊട്ടിക്കീനി കളയലുണ്ടോ? താഴോട്ട് എനിക്കറിയാം. എന്ത് പൊട്ടിച്ച്? ഇനി എവനിട്ട് 2 പൊട്ടിക്കാൻ പോകണ ഞാൻ. എന്തിന്? തെമ്മാടിത്തരം കാണിച്ചു. എടാ, അവരൊന്നും ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞോടാ അങ്ങോട്ട്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ല, വണ്ടി പണിക്കാൻ സാൾട്ടസ് കൊണ്ടുവന്നപ്പോൾ അവൻ്റെ കൊക്കോ കോള എടുത്ത് കുടിച്ചാൽ
അമ്മായി എന്നിട്ട് ഞാൻ പരസ്യമായിട്ട് മദ്യവെച്ചെന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ എന്നെ എന്തെല്ലാം പറഞ്ഞതറിയോ? അപ്പോഴും ഞാൻ ഒരു വാക്ക് പറഞ്ഞില്ല. നിങ്ങളെ ഈ ഓന്തമ്മാവന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിട്ട് ഞാനിത് കേട്ടത്. പിന്നെ ഈ കുപ്പി എവിടെ നിന്നാവുന്നത്? അത് ഞാനാ കാരണം. ഈ കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിക്കണോണ്ടേ വീട്ടിൽ മദ്യം കഴിക്കാൻ ഗിരിയെ സമ്മതിക്കില്ല. അപ്പോൾ അവളറിയാണ്ട് നമുക്ക് 3 ആൾക്കും കൂടി രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് സാധനം മേടിക്കാൻ പൈസ കൊടുത്തത് ഞാനാ. Aliens.